ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ ജോലിയുമായിട്ട്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് നിങ്ങളുടെ ബന്ധം എന്താണെന്ന് നോക്കാം. അങ്ങനെ ഒരു റീഡിങ് നമുക്ക് നോക്കാം. നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതുമായിട്ട് ഉള്ള ബന്ധം, അങ്ങനെയൊക്കെ ഒന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ട് വരും. ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന ടൈം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിലാണ് നിങ്ങളുടെ എനർജി ആയിട്ട് കണക്റ്റ് ആവാൻ. യൂണിവേഴ്സ് എന്താണ് കാണിച്ചു തരുന്നത് നോക്കാം. ഈ കാർഡുകളിലൂടെ നിങ്ങളുടെ കരിയറുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. എയ്റ്റ് ഓഫ് വൺസ്, കിങ് ഓഫ് കപ്സ്, ഫോർ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, സിക്സ് ഓഫ് വൺസ്, ത്രീ ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ജോലി, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയായിട്ട് വളരെയധികം ഇഷ്ടത്തോടെയാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു ജോലിയാണ്. ഒരുപാട് നിങ്ങൾക്ക് ഇമോഷണലായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അങ്ങനെ ഒരു ജോലിയുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മനസ്സ് ഒരുപാട് ഇഷ്ടം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു ഇതായിട്ട് നമുക്കൊരു ഇമോഷണലി ബന്ധപ്പെട്ടുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് മാനസികമായി വളരെയധികം ഒരു അടുപ്പുള്ള ഒരു ജോലിയിലാണ് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ശക്തിയായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ വളരെയധികം ശക്തിയോടെ സ്പീഡിൽ നിങ്ങൾ അതിദ്രുത നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്തു തീർക്കും. അങ്ങനെ നിങ്ങളുടെ ഒരു കഴിവായിട്ട് കാണിക്കുന്നത് അതാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് കാര്യമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു മനസ്സും ഭയങ്കര ഒരു ഇച്ഛാശക്തിയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഒരു കഴിവായിട്ട് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു വീക്ക്നെസ് ഉണ്ട്. നിങ്ങൾക്കൊരു ഹൈ പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളൊരു ഈഗോ നിങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങളുടെ ഈ വീക്ക്നെസ്. മറ്റുള്ളവരായിട്ട് യാതൊരുവിധ ഇമോഷണൽ കണക്ഷനും വയ്ക്കാതെ അങ്ങനെ ഒരു രീതിയായിരിക്കും നിങ്ങൾ അവലംബിച്ചു വരുന്നത്. അതാണ് നിങ്ങളുടെ ഒരു വീക്ക്നെസ്സായിട്ട് നിങ്ങളുടെ ഈ ജോലിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു വീക്ക്നെസ്. നിങ്ങൾ മറ്റുള്ളവരായിട്ട് വലിയ ഇടപഴകൽ നടത്താതെ അങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങളുടെ ഒരു വീക്ക്നെസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, പക്ഷേ എല്ലാ അവസരങ്ങളും നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും നന്നായി നോക്കിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന മാത്രം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാനും നിങ്ങളത് സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറാവുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്, പലരും പല വാഗ്ദാനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു, അതൊന്നും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ ചെറുതായി പോകുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളതൊന്നും സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാറുണ്ട്. ഇത് പോരാ, എനിക്കിനിയും വലിയ അവസരങ്ങൾ വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അതാണ് നിങ്ങളെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. എപ്പോഴും പണം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടും കൃത്യതയോടും അതിൻ്റെ വളരെയധികം ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്യുന്ന
അവിടെ ഒരു തിരക്ക് പിടിക്കലോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പോസിറ്റീവ് കാര്യം. നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ വളരെ സുതാര്യമായിരിക്കാം, കൃത്യതയുള്ളതായിരിക്കാം, ശ്രദ്ധാലുവായിരിക്കാം. അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത് തന്നെയുള്ള ഭാവിയിൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഒരു ജോലിയിൽ നിങ്ങൾ കുറച്ചു കാലം കൂടി ഇതേ ഒരു പൊസിഷനിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ അടുത്ത് തന്നെ വരാൻ സാധ്യതയില്ല. ഇതേ പോകുന്ന പോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളുടെ ഒരു ഇതുമായിട്ട്. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ആഘോഷത്തിനുള്ള ഒരു കാര്യം കാണാനിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നിങ്ങളൊരു പാർട്ടി നടത്താനോ അങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ ഓരോ കാര്യമാണ് നിങ്ങൾക്ക് വരാൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു റീഡിങ്ങാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം. നോ, ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ശരിയായ സമയമല്ല എന്നാണ് കാണിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ജോലിക്കിടെ വേറെ എന്തെങ്കിലും ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു കൃത്യസമയമല്ല എന്നുള്ളൊരു ഗൈഡൻസാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു ഇതെന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഓരോരുത്തരെയും അവരവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ ജോലിയിൽ വല്ല സാധ്യതയുണ്ടോ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെസനേറ്റ് ആകുന്നവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് കാത്തിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.